നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസാഫ് ബാങ്കാണ്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമുക്കറിയുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ സ്വന്തം സ്മോൾ ഫിനാൻസ് ബാങ്ക്. കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു ബാങ്ക്. എല്ലാവരുടെയും പ്രതീക്ഷകൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ലിസ്റ്റിംഗ് പ്രൈസ് മുതൽ ഏകദേശം ഒരു 65% അടുത്ത് വരുന്ന ഒരു ഇടിവാണ് കാണിച്ചത്. ഒരു വർഷത്തെ റിട്ടേൺസ് ഏകദേശം ഒരു 30-33% താഴോട്ടൊക്കെയാണ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് ഈ ഒരു സ്റ്റോക്ക് ഒരിക്കലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ മൊത്തമുള്ള കാലയളവിൽ എല്ലാ നിക്ഷേപകരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള റീറ്റെയിൽ നിക്ഷേപകർ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ബാങ്കിനെ കണ്ടിരുന്നത്. റീറ്റെയിലേഴ്സ് വളരെ പോസിറ്റീവായിട്ട് കണ്ടിരുന്നുവെങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കാര്യമായിട്ട് ഈ ഒരു ബാങ്കിനെ ഒരിക്കലും പോസിറ്റീവായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അടുത്തിടെ പറഞ്ഞ വാർത്ത. ബോർഡ് NPA നിഷ്ക്രിയ ആസ്തികൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ളത്. നിഷ്ക്രിയ ആസ്തികളുടെ കൂട്ടത്തിൽ ബാങ്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ എഴുതി തള്ളിയിട്ടുള്ള കടങ്ങളും ഉൾപ്പെടും. അപ്പോൾ ഏകദേശം 1700 കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികളാണ് ARCക്ക്, അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇതോടുകൂടിയിട്ട് ബാങ്ക് ഭയങ്കര രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ ഒരു ടേൺ അറൗണ്ട് ഡിസിഷനാണ് ഇത് എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും പല യൂട്യൂബ് ചാനലിനകത്തൊക്കെ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് കാണുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് ബാങ്കിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത്, ബാങ്കിൻ്റെ ഫണ്ടമെൻറ്റ്സിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒട്ടനേകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേർ ചോദിക്കുന്നതായിട്ട് കണ്ടു. അത് ചോദിക്കുന്നതിനെ തുടർന്ന് കുറേ പേരൊക്കെ ഇങ്ങനെയുള്ള കുറേ റെഫറൻസ് വീഡിയോ ഒക്കെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ളത് ഇത് പോസ്റ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണകളും കുറച്ച് നല്ല ധാരണകളും ഒക്കെ ഉണ്ടാക്കണം എന്ന തീരുമാനത്തിൽ ഈ ചെറിയൊരു എപ്പിസോഡ് ചെയ്യുന്നത്. നിഷ്ക്രിയ ആസ്തികൾ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയുള്ള ആസ്തികൾ 2 കാറ്റഗറിയിൽപ്പെട്ടതാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്കിന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് ഉറപ്പായതോ ഒക്കെയാണ് പലപ്പോഴും എഴുതി തരാറുള്ളത്. അതുപോലെ നിഷ്ക്രിയ ആസ്തികൾ, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിലേറെ ആയിട്ട് ഈ പറഞ്ഞ പോലെ തിരിച്ചടവൊക്കെ മുടങ്ങിയതൊക്കെ NPA ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ മാറ്റും. അതിൻ്റെ അർത്ഥം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ അതേസമയം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പണിയെടുക്കേണ്ടി വരും. അത് ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ചിലവാക്കുന്നതിനേക്കാളും ഒക്കെ പലപ്പോഴും നല്ലതായിട്ട് തോന്നുക ഈ ചില അസറ്റ് റിക്കവറി കമ്പനികളൊക്കെ. അവരൊക്കെ ഇത്തരത്തിലുള്ള നിഷ്ക്രിയ ആസ്തികളും ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവരത് റിക്കവറിക്ക് വേണ്ടി നോക്കും. അപ്പോൾ അവർക്കുള്ളൊരു ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കപ്പെടുന്ന ഈ സംഭവങ്ങൾ, ലോണ് 1 കോടി രൂപയുടെ ലോണൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഡീപ്ലി ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് കൊടുക്കുക. ചിലപ്പോൾ 25 ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഈ 1 കോടിയുടെ ലോൺ നൽകുക. അപ്പോൾ അവരത് ചെന്നിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഒരു 50 ലക്ഷം രൂപയെങ്കിലും പാതിയെങ്കിലും നിങ്ങൾ അടച്ച് സെറ്റിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പാതിയെങ്കിലും അടച്ചാൽ പോലും 25 ലക്ഷം രൂപ മുടക്കിയിട്ട് അവർക്ക് 50 ലക്ഷം ലഭിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ ബാങ്കിൻ്റെ ബുക്സിൻ്റെ അകത്ത് നിന്ന് ഈ NPA എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു വാല്യൂ അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. കാരണം ഈ NPA പലപ്പോഴും ബാങ്കുകളെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ബാങ്കിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റൊക്കെ വായിച്ച് നോക്കുമ്പോഴും ഒക്കെ പ്രസൻറ്റേഷൻസിൻ്റെ അകത്തൊക്കെ നോക്കുമ്പോൾ അയ്യോ ഇത്രയും വലിയ നിഷ്ക്രിയ ആസ്തിയുള്ള ബാങ്കാണോ, എന്നാലത് വളരെ മോശമാണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും കാണുക. വാല്യുവേഷനൊക്കെ സംബന്ധിച്ച് അത് കാര്യമായിട്ട് മാറ്റങ്ങളില്ലെങ്കിൽ കൂടിയും ഒരു കാണുമ്പോൾ ഒരു അഭംഗി പോലെയൊക്കെ തോന്നുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ NPA നമ്പേഴ്സ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പൈസക്കെങ്കിലും വിറ്റൊഴിവാക്കി കിട്ടുന്ന സാധനം, കിട്ടുന്ന പണം, ഈ ARCക്കകത്ത് നിന്ന് കിട്ടുന്ന അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനികളുടെ അടുത്ത് കിട്ടുന്ന പണം ബുക്സിൻ്റെ അകത്ത് വരവ് വെച്ചാൽ ഈ NPA അങ്ങ് കുറഞ്ഞു കിട്ടും. ഒരു തരത്തിൽ പറഞ്ഞാൽ പൊളിഞ്ഞു പോകാൻ ഇരിക്കുന്ന വീടിന് ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് വിൽക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. പക്ഷേ ഇസാഫ് ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1700 കോടി രൂപയുടെ കിട്ടാക്കടങ്ങളും ഒക്കെ ആയിട്ട് അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനികൾക്ക് കൊടുക്കുന്നു. ഇതോടുകൂടിയിട്ട് അടുത്ത തവണ മുതൽ ഇസാഫ് ബാങ്കിൻ്റെ ബുക്സൊക്കെ കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണും. എന്തുകൊണ്ട് വൃത്തിയായിട്ട് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാഫ് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലരും മടിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ എടുത്തു നോക്കി കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന കിട്ടാക്കടം ഇരിക്കുന്ന ബാങ്കുകളിൽ ഒന്നാണ് ഇസാഫ് ബാങ്ക്. ഇസാഫ് ബാങ്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആകെ ഉത്കർഷ് ബാങ്ക് മാത്രമേ ഉള്ളൂ. നെറ്റ് NPA എന്ന് പറയുന്ന ഇസാഫ് ബാങ്കിനെ സംബന്ധിച്ച് ഏകദേശം 3.8%. ഇത് എന്തുമാത്രം വലുതാണെന്ന് അറിയണമെങ്കിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. കാരണം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ച് അത് 0.7ഉം AU സ്മോൾ ഫിനാൻസ് ബാങ്കിന് അത് 0.9 ഉള്ളൂ. അപ്പോഴാണ് ഈ 3.8 എന്ന് പറയുന്നത് ഏകദേശം 4-5 ഇരട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ എഴുതിത്തള്ളലോട് കൂടിയിട്ട് ഈ 3.8 എന്ന് പറയുന്ന ഈ ഒരു
NPA കുറേ കുറഞ്ഞു വരും, മറ്റുള്ള സ്മോൾ ഫിനാൻസിങ് ബാങ്കുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഭാവിയിൽ ഈ ഒരു ബാങ്കിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു നീക്കത്തിലൂടെ. പക്ഷേ ഫണ്ടമെൻ്റൽസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽസ് ഒന്നും മാറിയിട്ടില്ല. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുറേ പേർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പറഞ്ഞ ഇതെല്ലാം എഴുതി തള്ളുകയോ അല്ലെങ്കിൽ അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനിക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ കടങ്ങളെല്ലാം വിൽക്കുകയോ ചെയ്യുമ്പോൾ ബാങ്കിന് ഒരു കാലത്തും കിട്ടാത്ത അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? ഇതോടുകൂടിയിട്ട് ഇനിയിപ്പം ഷെയറിൻ്റെ പ്രൈസൊക്കെ മോശമില്ലാത്ത രീതിയിലൊക്കെ ഇടിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ അതിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ച് കിട്ടാക്കടങ്ങളുടെ മുകളിലുള്ള ഇതെല്ലാം ഓൾമോസ്റ്റ് ഫാക്ടറിങ് ചെയ്തു. കാരണം 94% പൂളിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഇസാഫ് ബാങ്ക് വരുത്തി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഓൾമോസ്റ്റ് P&Lൻ്റെ അകത്തുള്ള ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റൊക്കെ, ഈ കിട്ടാക്കടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഷെയർ പ്രൈസിൻ്റെ മുകളിലും ബുക്സിൻ്റെ മുകളിലും P&Lൻ്റെ മുകളിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഈ കിട്ടാക്കടങ്ങൾ കൊണ്ട് അഥവാ ഇത് എഴുതിത്തള്ളൽ കൊണ്ട് കൂടുതലായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഇനി ഇസാഫ് ബാങ്കിൻ്റെ ബുക്സിലേക്ക് വരുത്താനില്ല. ഇതിനു മുമ്പ് ചെറുതെങ്കിലുമായിട്ടുള്ള 362 കോടി രൂപയുടെ ലോണുകൾ അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനികൾക്ക് വിറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം കൂടി നിലനിൽക്കുന്നു. പെട്ടെന്ന് നമുക്ക് ഫണ്ടമെൻ്റൽസ് കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാസ ഏകദേശം 25% അടുത്തുണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. അതേപോലെ തന്നെ കാസ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഏകദേശം ഒരു 14% അടുത്ത് ഉള്ള ഒരു വളർച്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടാതെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത് വെച്ചാൽ ഏകദേശം 96% ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ എല്ലാം റീറ്റെയിൽ ഡെപ്പോസിറ്റ്സ് ആണ്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ഒറ്റയടിക്ക് ഒലിച്ചു പോകില്ല. പലപ്പോഴും പല ബാങ്കുകളെയും സംബന്ധിച്ച് പല സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇവരുടെ ഡെപ്പോസിറ്റ് വലിയൊരു ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെയൊക്കെയാണ്. വലിയ കമ്പനികളെ നമ്മുടെ ക്ലയൻറ്റ് ബേസിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ലോണുകളൊക്കെ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ കഴിയും. പക്ഷേ അതേസമയം ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം ചില്ലറയായിരിക്കില്ല ബുക്സിൻ്റെ അകത്ത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ളൊരു ആഘാതം പെട്ടെന്നുണ്ടാകുന്നത് അത് ഉണ്ടാകില്ല. അപ്പോൾ ഫണ്ടമെൻ്റലി നോക്കിക്കഴിയുമ്പോൾ ബാങ്കിന് കാര്യമായിട്ട് കുഴപ്പമില്ല. പക്ഷേ ബാങ്കിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് സത്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയപ്പെടാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഭയപ്പെടാനല്ല, നമ്മൾ കാര്യമായിട്ട് വളരുമോ എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന് ഏകദേശം 5.8% അടുത്ത് നിൽക്കുന്നു. ഇത് ഒരു കമ്പയർ ചെയ്യുമ്പം അത്ര നല്ലൊരു നമ്പറല്ല. പ്രധാനമായിട്ടുള്ളൊരു കാര്യം നിക്ഷേപകർ മനസ്സിൽ വെക്കേണ്ടത്, പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പോവുകയാണെങ്കിലൊക്കെ മനസ്സിൽ വെക്കേണ്ട കാര്യം, ബാങ്കിൻ്റെ സ്ട്രാറ്റജീസ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനികൾക്ക് നിഷ്ക്രിയ ആസ്തികൾ വിറ്റ് കാശാക്കി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബാങ്കിൻ്റെ ബിസിനസ് മോഡൽ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പരിധിവരെ ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു വർഷത്തെ ഒരു മാറ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്യൂർഡ് ലോൺസിൻ്റെ ഏകദേശം ഒരു 60% ഒരു വർധനമൊക്കെ ആയിട്ട് ഉള്ളതായിട്ട് കാണാൻ കഴിയും ലോൺ കൊടുക്കുന്നതിൻ്റെ അകത്ത്. പക്ഷേ ഇതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ലോൺസൊക്കെ കുറേ പേരെ കൂടിയിട്ട് അൺസെക്യൂർഡ് ലോൺസ്, മൈക്രോ ഫിനാൻസിങ് ആയിരുന്നു ഇസാഫ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമായിട്ട് നിലനിന്നിരുന്നത്. അതിൻ്റെ അകത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില ഇസാഫ് ബാങ്കിൻ്റെ ചില ഏജൻസിനെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, എല്ലാവരുമല്ല, പക്ഷേ അവരെല്ലാം ഒരു ബൈജൂസിൻ്റെ സെയിൽസ് ഏജൻസിനെ പോലെയൊക്കെ ആയിട്ട് പണിയെടുക്കുന്നവരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഒരിക്കലും എടുത്താൽ പൊങ്ങാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ, അതായത് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലും അറിയാത്ത ചില വാഗ്ദാനങ്ങൾ, അവയെല്ലാം കൊടുത്തിട്ട് എത്തരത്തിലെങ്കിലും ലോണും നിക്ഷേപവും ചാക്കിലാക്കാമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്ന പല ഏജൻസിനെയും കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ഗ്രാമങ്ങളിൽ അതൊക്കെ ചിലപ്പോൾ ആവശ്യമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു ബാങ്ക് എന്ന രീതിയിൽ അത്തരത്തിലുള്ള സെയിൽസ് സ്ട്രാറ്റജീസ് അത്ര ഗുണം ചെയ്യില്ല. ഇസാഫ് ബാങ്കിനെ സംബന്ധിച്ച് നമ്പേഴ്സ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെപ്യൂട്ടേഷൻ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഒരു മൊത്തമുള്ള ഒരു ബിസിനസ് വെർട്ടിക്കൽസിൻ്റെ അകത്ത് പ്രോഡക്റ്റ് മിക്സ്, അതായത് കൊളാട്രൽ ബേസ്ഡ് ആയിട്ടുള്ളത്, സെക്യൂർഡ് കൊളാട്രൽസ് എടുത്തിട്ടുള്ള ലോൺസിൻ്റെ അനുപാതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് ലോൺസ്, അതുപോലെ സെക്യൂർഡ് MSME ലോൺസ്, അതായത് പ്ലാന്റോ മെഷീനറിയോ ലാൻഡിൻ്റെയോ മുകളിൽ കൊടുക്കുന്ന ലോണുകൾ, അല്ലെങ്കിൽ ഹൗസിങ്, ഇങ്ങനെയുള്ളതിൻ്റെ അകത്തൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ രീതിയിൽ ഗോൾഡ്, ഇതിൻ്റെ മുകളിൽ കൂടുതൽ ത്രസ്റ്റ് കൊടുത്തിട്ട് അത്തരത്തിലുള്ള ലോണുകൾ വർദ്ധിപ്പിക്കാനുള്ള എഫേർട്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത കുറച്ച് കാലത്തിനുള്ളിൽ ഇസാഫ് ബാങ്കിൻ്റെ ഗതി മറ്റൊന്നായിരിക്കും. കാരണം ഈ 1700 കോടി രൂപയുടെ NPA വിൽപ്പനയോട് കൂടിയിട്ട് ബുക്സ് ഏകദേശം ഒന്ന് ക്ലിയർ ആകും. ആരെങ്കിലും ബുക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കും, നെഗറ്റീവായിട്ട് പെട്ടെന്നൊരു തോന്നലുണ്ടാകില്ല. അതേസമയം തന്നെ പ്രോഡക്റ്റ് മിക്സ് ഈ പറഞ്ഞ പോലെ സെക്യൂർഡ് ലോൺസിലേക്ക് മാറുമ്പോൾ, ആസ്തികളും ഈടുകളും ഏറ്റെടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ലോണുകൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ
തുടർന്നുള്ള ബിസിനസ്സുകളും കുറച്ച് സുഗമമായിട്ട് നടക്കും. ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടോ ഉള്ള ചിലവുകൾ കുറയും. ആത്യന്തികമായി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയും. അത്തരത്തിൽ ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിയും. അവസാനമായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഏറ്റവും മിനിമം ഒരു ക്വാർട്ടറെങ്കിലും കാത്തിരിക്കുക. ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ മിക്കവാറും കമ്പനിയുടെ ഒരു പ്രസൻറ്റേഷൻ വരാൻ വഴിയുണ്ട്. അതോടുകൂടിയിട്ട് ഈ കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് മിക്സ് മൊത്തം മാറിയോ, അല്ലെങ്കിൽ പുതുതായിട്ട് നൽകുന്ന ലോണുകൾ എന്തുമാത്രം ഈ കൊളാട്രൽ ബാക്ക്ഡ് ആയിട്ടുള്ള ലോണുകൾ, ആസ്തികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലോണുകൾ നൽകിയിട്ടുണ്ട്, കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി മാറിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനു മുമ്പ് ഈ ഒരു കമ്പനിയിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നതായിരിക്കും ഒരു മീഡിയം ടു ലോ റിസ്ക് ഇൻവെസ്റ്റേഴ്സിന് എന്തുകൊണ്ടും നല്ലത്. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.